ഹായ് ഗായ്സ്, ഇതിൻ്റെ പുതിയ ചാനലാണ്. ഈ ഗെയിമിൻ്റെ പേര് ലാസ്റ്റ് ഡേ ഓൺ എർത്ത് എന്നാണ്. ഈ എൻ്റെ ഗെയിം പ്ലേസ് ഞാൻ കളിച്ച് പോസ്റ്റ് ഇടാമെന്നുള്ള ഇതാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എൻ്റെ ബേസിൻ്റെ ഞാനിത് 4 കൊല്ലമായിട്ട് കഴിക്കുന്നതാണ്. ക്ലാഷ് ഓഫ് ക്ലാൻ പോലെയൊക്കെ തന്നെയാണ് ഗെയിം. പിന്നെ GTA Vice Cityയുടെയൊക്കെ ചെറിയ ചെറിയ കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു വെർഷനാണ്. ക്ലാൻ ഗെയിംസ് ഉണ്ട് ഇതിനകത്ത്. അത് വേറൊരു സബ്സ്റ്റേഷനായിട്ട് ഉണ്ട് ഇതിൻ്റെ കൂടെ, എക്സ്റ്റൻഷനായിട്ട് നമുക്ക് കയറാൻ പറ്റും. ഇപ്പോൾ നിലവിൽ ഞാനിത് പറയുന്നത് എൻ്റെ ഈ ഗെയിമിൻ്റെ എൻ്റെ ബേസാണ് ഞാൻ ഇപ്പോൾ കാണിക്കണേ. അപ്പോൾ ഇതൊക്കെ ഡെക്കറേഷൻസാണ് നമ്മൾ ഈ കാണുന്ന ഈ ഗ്രൗണ്ടിൽ വെച്ചിരിക്കുന്നത്. ഇത് ATV എന്ന് പറയുന്ന ഇതൊരു മിഷനുണ്ട്, നമ്മൾ അത് കളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ATV. എല്ലാം വർക്കിംഗ് ആണ്. ഞാൻ ജസ്റ്റ് എൻ്റെ ബേസ് കാണിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതൊക്കെ ഡെയിലി റിവാർഡ് കളക്ട് ചെയ്യുന്ന ഓരോ മെഷീൻസാണ്. പക്ഷേ അതെല്ലാം ഞാൻ ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സ്റ്റോർ റൂമാണ് ഇതിൻ്റെ. ഇത് നമ്മുടെ ഒരു ലിവിങ് സ്പേസ് ആണ്. ഇതൊക്കെ ഡെക്കറേഷൻ ഐറ്റംസ് ആണ്. ഈ റൂം നമ്മുടെ ഒരു വർക്കിംഗ് സ്പേസാണ്. ഇത് നമ്മുടെ ഗെയിമിനകത്ത് വർക്കിംഗ്. നമ്മളിത് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. ജസ്റ്റ് ഒരു ബേസ് ടൂറായിട്ട് ഞാൻ കാണിക്കുന്നതാണ്. ഇതാണ് ഡൈനിങ് ഹാൾ ഏരിയ. ഇത് ഫ്രിഡ്ജാണ്. ഇത് ഫ്രിഡ്ജ് ഇതും ഫ്രിഡ്ജ് തന്നെയാണ്. പിന്നെ കുക്ക് ചെയ്യുന്ന സ്റ്റൗ ഇതാണ്. ഇത് ഫിഷ് ഐറ്റംസാണ് കൂടുതലും ഇതിൻ്റെ അകത്ത് കുക്ക് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മുടെ വെപ്പൺസ് അതേപോലെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണിത്. ബാക്കി ജങ്ക് ഐറ്റംസ് നമുക്കിത് പാർട്സുകൾ കളക്ട് ചെയ്ത് ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കാൻ പറ്റും. അത് നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ഏരിയയാണ്. ഇത് ക്ലോത്ത് ഐറ്റംസൊക്കെ ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ് ഇവിടെ സൂക്ഷിക്കുന്നത്. പിന്നെ കുറച്ച് കളക്റ്റബിൾസ് ഉണ്ട് ഇതിനകത്ത്. ഇലക്ട്രോണിക് റൈറ്റ് എന്നതിനെ പറയും. ഇതിനകത്ത് കുറച്ച് ഇലക്ട്രോണിക് പാർട്സുകളാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. കുറച്ച് അധികം സാധനങ്ങളുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്നൊരു വീഡിയോ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്ത് ഇനി തൊട്ടുള്ള ദിവസങ്ങളുടെ ഗെയിം പ്ലേസ് ആയിരിക്കും ഞാൻ ഉദ്ദേശിച്ചേക്കണേ, ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത്. പിന്നെ റെസ്പോണ്ട് അനുസരിച്ച് നമുക്ക് മാറ്റി ചെയ്യാം. ഇതൊക്കെ ഓരോ ഫർണിച്ചറാണ്. ഇതാണ് എൻ്റെ വെപ്പൺസിൻ്റെ കളക്ഷൻസ്. ഇത് ഞാൻ 5 കൊല്ലം കൊണ്ട് കളിച്ച് ബിൽഡ് ചെയ്തെടുത്തതാണ് ഈ ബേസ്. ഇതൊക്കെയാണ് എൻ്റെ വെപ്പൺസ്. ഇത് നമ്മുടെ ഒരു ഡ്രസ്സിങ് ഗാഡ്ജറ്റാണിത്. ഗാഡ്ജറ്റല്ല, എക്വിപ്മെൻ്റ് എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മീൻസ് ആർമർ നമുക്ക് മാറ്റാനും ഇടാനൊക്കെ പറ്റും. ഇത് നമ്മുടെ മൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓരോ മിനറൽസിനെ മൈൻ ചെയ്തെടുക്കാനുള്ള മെഷീൻസാണ്. പക്ഷേ ഇത് വർക്ക് ആണെങ്കിൽ നമ്മൾ പെട്രോൾ കൊടുക്കണം ഇതിനുള്ളിൽ. ഓവർ കളക്ട് ചെയ്യുന്ന സാധനം. പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന ഏരിയ വേറെയാണ്. നമ്മുടെ ഡ്രസ്സ് കളക്ട് ചെയ്ത ഇതേമാതിരി നമുക്ക് ഡ്രസ്സുകൾ മാറി മാറി എടുക്കാം. ഇതൊക്കെ കളിച്ച് അൺലോക്ക് ചെയ്യണം ഇതെല്ലാം ഓരോന്നും. ഇനിയും കുറേ ഉണ്ട് അൺലോക്ക് ചെയ്യാനായിട്ട്. അതിനുശേഷം ഓൾറെഡി കണ്ടതാണ് ഈ ഏരിയ. ഇനി നമുക്ക് പുറമേലേക്ക് പോവാം. ഇതാണ് എൻ്റെ പുറമേയുള്ള ഏരിയ. ഇവിടെ ഓരോ ടാസ്കുകൾ ഓരോ ദിവസം ഉണ്ടാവും. അതനുസരിച്ച് നമുക്ക് റിവാർഡ് ഇതിൽ നിന്ന് ക്ലെയിം ചെയ്യാം. പിന്നെ നമുക്കുള്ളത് ഇതാണ് എൻ്റെ ഡോഗിൻ്റെ കളക്ഷൻ. ഇതിൽ ട്രൂ ഫ്രണ്ട് എന്നാണ് ഡോഗ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ മിഷൻസ് കളിക്കുമ്പോൾ നമ്മുടെ കൂടെ വരും. ബ്രീഡ് ചെയ്തിട്ട് നമുക്ക് ട്രൂ ഫ്രണ്ട് എന്നുള്ള സ്കില്ല് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതാണ് എൻ്റെ ബൈക്കിനും ഇതേമാതിരി കളർ ചേഞ്ച് ചെയ്യാം, പെയിൻ്റ് അടിക്കാം, കഴുകാം, എല്ലാം ചെയ്യാൻ പറ്റും. ഓരോ ടാസ്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ പോയിട്ടാണ് ഓരോന്നും ചെയ്യുന്നത്. നമുക്ക് ഗ്ലോബൽ മാപ്പ് കിട്ടും. ഇതാണ് നമുക്കിതിവിടെ എല്ലാം ഓരോ ഇവൻറ്റ് നടക്കുന്നുണ്ട്. ഈ ഓരോ ഏരിയയിലും നമ്മൾ കാണുന്ന ഏരിയയിലെല്ലാം ഓരോ ഇവൻ്റ് ഉണ്ട്. ആ ഇവൻ്റെല്ലാം ഞാൻ കംപ്ലീറ്റ് ആക്കിയതാണ്. ഇനി നാളെ മുതൽ പുതിയ ഇവൻറ്റുകൾ വരുന്നതായിരിക്കും. ഫിഷിങ്, അങ്ങനെ കുറേ ഒരു ഇവൻ്റ് ഉണ്ട്. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസായിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഇതിനുള്ളിൽ. ഇതൊരു ഏരിയ ആണ്. ഈ ഏരിയയിലൊക്കെ പോകുമ്പോൾ സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്സ് നമുക്ക് വേണം, എന്നാൽ മാത്രമേ ഇവിടെ പോയി കളിച്ച് ജയിക്കാൻ പറ്റൂ. പിന്നെ ഓരോ മിഷൻസ് ഉണ്ട്. കൂടാതെ അല്ലാതെ സീസണൽ ഗെയിംസും ഉണ്ടാവും. ഇപ്പോൾ വന്നിട്ടുള്ള ഗെയിം ഇതാണ്, വാലന്റൈൻ റഷ്, സീക്രട്ട് സബ്വേ. ഇത് ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ആക്കിയതാണ്.
ഇതെല്ലാം ഇങ്ങനെ ഇത്രയും ഇവൻസുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ. അത് ഓരോ ഇവൻസുകളായിട്ട് കളിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യാം. എൻ്റെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതായിരിക്കും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിനായി ബെൽ ഐക്കണും എനേബിൾ ചെയ്ത് വയ്ക്കുക.